എന്ന് വെച്ചാ വന്ന് നിൽക്കുന്നത് മൻസൂർ അലിഖാൻ. അയ്യോ ഫിഗർ ഷോ കാണിക്കാൻ വന്നതല്ല, നിന്റെ ഈ ഷോ കണ്ടോണ്ട് നിന്നതാ ഇവിടെ. എന്ത് പാടി ഇത്? നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഈ മുഖം കറപ്പിച്ചോണ്ട് ഇരിക്കാനുള്ള പരിപാടി. എന്ത് പാടി? അപ്പൊ ഇന്നലത്തെയോ? ഇന്നലെ വൈകുന്നേരം മുതല്. ഇന്നലെ വൈകുന്നേരം മുതലോ? എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് വല്ലോണ്ട് വാതർന്ന് പറയേണ്ടത് എന്തോ കാര്യമെന്ന് പറ. ഇങ്ങനെ കാണിച്ച കാര്യം നടക്കൂടി. എടി പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ കാരണം പറ. നീ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറ. എടി കൈകെട്ടി നിൽക്കാത്ത കാര്യം പറയാൻ പറഞ്ഞത്. എടി എന്തോ അത് കാര്യം പറയാനെ കൊണ്ട്. എന്റെ നിയമം ഇവിടെ കവിളിനകത്ത് ഹൈഡ്രൈനായിരുന്നു. ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയേനും അങ്ങ്. എന്ത് പാടി നിന്റെ വിഷമം പറയാനെ കൊണ്ട്? ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നതായിരുന്നു എന്റെ വിഷമം. അല്ല പിന്നെന്ത് വന്നു? ഇത്ര നേരം എന്നോട് ചോദിച്ചില്ലയോ? ആ ചോദിച്ചു. അതുകൊണ്ട് തല ഊരി പിടിച്ച് വിടല്ലേ പൊന്നെ. കാര്യം പറഞ്ഞു. എന്തിന് ഇങ്ങോട്ട് വന്നിരുന്നേ? എന്ത് വന്ന് കാര്യം പറ. ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ലയോ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ രാജിയോട് പറഞ്ഞു, രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ, അഥവാ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് നിന്നേക്കണേ. ഞാനാന്ന് അവരങ്ങ് എഡിറ്റ് കയറ്റാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞായിരുന്നു അവരുടെ ചായയും കടിയൊക്കെ വന്നത്. ചായയും കടിയും കിട്ടിയില്ല, അതിന്റെ വിഷമോ? അതല്ല, പിന്നെന്ത് പാടി? ഞാനിങ്ങ വന്നല്ലോ. അന്നേരം ജലജ ഉണ്ടല്ലോ, രാജിയോട് പറയുവാന്നേ ഞാന് മിനി വഴക്കാളിയാന്ന്. എന്ത് വന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞത്? ഞാൻ വഴക്കാളിയാന്നോണ്ടോ? നീ ഇത്രയുള്ളോ? നീ ഇത് ചുമ്മാ പറയുന്നതല്ലേടി? അത് ആണ്ടോടാ എടി, അത് ചുമ്മാ പറയുന്ന. നീ എന്തിനാണ് കാര്യം വെക്കുന്നത്? ആണോ ചോദിക്കണം? ഞാനോ? ആരോട് ചോദിക്കാൻ? രാജിയോട്. ഞാൻ പോയി ചോദിക്കാനോ? എന്നിട്ട് വേണം ഞാൻ വഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു കിടക്കാൻ. ഞാൻ പോയി ചോദിക്കത്തില്ല. എനിക്ക് വയ്യ, ഞാൻ പോയി ചോദിക്കത്തില്ല. പിന്നെ ഞാൻ വഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനെ കൊണ്ട്. വഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്ക് അങ്ങ് തളരുവാന്ന്. ഇങ്ങോട്ട് നോക്കിയേ. നീ വഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ? അത് വിട്. ഒരു ക്ഷീണമൊക്കെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞത്. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ? അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ? ആ പൊൻകുടം വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല മോളെ, നീ അതുപോലെ എനിക്ക് വയ്യ. അവിടെ ഞാൻ എനിക്ക് സഹിക്കാനുള്ള ശക്തി ഇല്ല എനിക്ക്. അതൊക്കെ വിടന്ന്. എന്തൊരു കഷ്ടമാന്ന് പറ. എന്താ ചെയ്യണം പറഞ്ഞാ? എന്താ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ മിണ്ടത് അനങ്ങാതെ തിരിക്കാമോ? അപ്പൊ ഞാൻ കുഴിമടിച്ച് അയ്യോ, അണ്ണന് പണിസ്ഥലത്ത് പോയി പറയണം അണ്ണന്റെ ഭാര്യ കുഴിമടിച്ച് അണ്ണൻ ഒന്നും ചെയ്തു തരത്തില്ലെന്നല്ലയോ? നേരം വെളുത്ത് അതെന്റെ പോണ രാജി എന്റെ ഫോണിഞ്ഞെടുത്ത്. ഞങ്ങളിവിടെ എന്തോ തമാശയും പറഞ്ഞോണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുവായിരുന്നില്ലേ? എന്തായിരുന്നില്ലേ? ഏതാ? അയ്യോ, അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണയെ കൊണ്ടുപോയി കൊടുത്തില്ല. അവർ കാര്യം ചെയ്യാം, അണ്ണൻ റോഡിലോട്ട് പോകാനിരിക്കുക. ഞാൻ അണ്ണന്റെ കൊടുത്തുവിടാം ബാങ്കിലോട്ട്. ശരി 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 അണ്ണാ. എന്റെ ഒരു ബോൾ ഇപ്പൊ വീണു. അതല്ലെന്ന് ബാങ്കിൽ കൊടുക്കാവുള്ള ഒരു പേപ്പർ, കുടുംബശ്രീ 50,000 രൂപ കിട്ടുന്നില്ലയോ? അതിന്റെ പേപ്പർ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാവോ? ഞാൻ കൊണ്ട് കൊടുത്തോ? ഞാനല്ലേ സെക്രട്ടറി ഒപ്പിട്ട് കൊണ്ട് വെച്ചേക്കുന്നത്. എടുത്ത തരട്ടെ? കൊടുക്കണേ. നിങ്ങളുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അത് തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. അത് ഇതുപോലൊരു പിഞ്ചു സ്വഭാവമാ. ഇവളുമാരെല്ലാം കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ കേട്ടിട്ടുണ്ട്. അണ്ണോ എന്തുവാടി അണ്ണ ഈ പാസ ഒന്ന് തുറന്ന. നിങ്ങൾ ഇന്നലെ വൈകിട്ട് കുഞ്ഞിന്റെ സ്കോളർഷിപ്പിന്റെ എന്താണ്ട് എടുത്തില്ലായിരുന്നോ? എടി, അതിന്റെ തലക്കെ പിടിച്ച ആ അടപ്പ് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് തുറന്നാ മതി. എന്തോ ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തോ എടുക്കാൻ പോയത്. അയ്യോ, ഇതെല്ലാം കൂടി ഫോമിനകത്ത് കമന്നെങ്കിലേ കുഴപ്പമില്ല. നീയേ അതാ ഫോമിന്റെ മണ്ട വടിച്ച് കളഞ്ഞിട്ടേ കാറ്റത്തെങ്ങാണം വെച്ച് ഉണക്ക്. അത് ഉണങ്ങുമ്പോ കാണത്തില്ല. കുഴപ്പമില്ല. ചെയ്യാനാന്ന് പറ. 3 ബോളൂടെ കിട്ടിയാൽ 10,000 ആകും. 4ാമത്തെ ബോൾ ഇവിടെ കിടക്കുന്നു. 4ാമത്തെ
പോന്നില്ലെന്ന് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ പോകും ഞാൻ. ആ. ഇത് കഴിഞ്ഞ ഉടനെ പോവാം. കളിച്ചോണ്ടിരിക്കുവാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വഴക്കളിയൊന്നും എന്നോട് പറയുമ്പോ എന്നോട് ഇല്ല എന്റെ വരുമ്പോഴോ ഞാൻ പോകാം കൊടുക്കണം. എടാ സുരേഷ് എടാ നീ ഇങ്ങോട്ട് വരാം. ഞാൻ എനിക്ക് ബാങ്കിലൊന്ന് പോകാനാ. ആ സഹകരണ ബാങ്ക് എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി നമ്മളിച്ചിരി ഒന്ന് താന്നു കൊടുത്താൽ മതി, കുഴപ്പമില്ല. സുപ്രിയൻ ഒരു പ്രിയവും ഇല്ലാത്തവനാ നാട്ടുകാർക്ക് സുപ്രിയൻ. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ലോ നീ? ഇല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലല്ലായിരുന്നു. ബാംഗ്ലൂരിലോ? ആ, ബാംഗ്ലൂരിലായിരുന്നു ഞാൻ. അവിടെ എന്തായിരുന്നു പരിപാടി? ഞങ്ങളുടെ അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു. അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയത് സംഭവമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്താ? അമ്മാവന്റെ മോളെ വിളിക്കാൻ നീ പോകും, ഇവിടെ കൊണ്ടുവരും, തിരിച്ചു വിടാൻ ഇവിടുന്ന് കൂടെ അവിടെ കൂടെ അങ്ങോട്ട് പോകും. എന്തിനാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? കഴുത്തലൊരു താലി കെട്ടി വീട്ടിൽ കൊണ്ട് നിർത്തരുതോ? കെട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ കൊണ്ടുപോകത്തില്ലടാ. ഇതാകുമ്പോ അങ്ങോട്ട് കൊണ്ടുവിടാം, തിരിച്ചു വരാം, അങ്ങോട്ട് കൊണ്ടുവിടാം, തിരിച്ചു വരാം. ബാംഗ്ലൂരിൽ പോയി കറങ്ങാമല്ലോ. ശരിയാ. എന്നാ ഇച്ചിരി വെള്ളം തോടാ. വെള്ളമോ? ആ, വെള്ളം. പിന്നെ വെള്ളം നിന്റെ വീട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വെള്ളം കുടിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റത്തില്ല. അതെന്തുവാ? ഒരുമാതിരി മൂക്കിനകത്ത് പൂട കളിച്ചിരിക്കുന്ന പോലെ കടക്കാത്ത മൊത്തം കാട് കളിച്ചിരിക്കുക. നീ ഒന്ന് വരണേ, ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ. നിന്റെ മൂക്കോ? അതല്ലേ കിണർന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞേ. വേണ്ട, ആ വകുപ്പൊന്നുമില്ല. നീ പണിക്ക് വന്നാലേ നീ പൈസ തരത്തില്ല, എനിക്കറിയാം. ഇനി എന്ത് ചെയ്യടാ?